ഒരുപാട് കറികളൊന്നുമില്ലെങ്കിലും ഇറച്ചിയും മീനും ഒന്നുമില്ലെങ്കിലും മനസ്സും വയറും നിറയുന്ന സന്തോഷത്തിന് ഒരു കുറവുമില്ലാത്ത ടേസ്റ്റിനും ഒരു കുറവുമില്ലാത്ത അടിപൊളി ഒരു ഊണിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ എനിക്കിത് ഈ ചമ്മന്തി മാത്രമാണേലും മതി കേട്ടോ. എനിക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. അപ്പോൾ ഞാൻ ചോറൊക്കെ റെഡിയാക്കി ആദ്യം തന്നെ അത് കഴിക്കുന്ന ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഇറച്ചിയും മീനും ഒക്കെ എന്തിനാന്ന് തോന്നും കേട്ടോ. എനിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പം റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ മത്തങ്ങയാണ് കേട്ടോ ഇവിടെ കറി വെക്കാൻ എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ വെള്ള മത്തങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മത്തങ്ങ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ആൾ കൊണ്ടുവന്നതാണ്. അതിൻ്റെ തൊലിക്ക് നല്ല മഞ്ഞ കളറുണ്ട്, പക്ഷേ ഉള്ളു ഫുള്ളും വെള്ളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതരിഞ്ഞ് ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് അരപ്പിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനിതുപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി ഇതുപോലെ നുടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഉപ്പും കൂടെ ഇടാം കേട്ടോ. എന്നിട്ട് നമ്മുടെ അരപ്പൊന്ന് വേകാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം, തിളപ്പിക്കേണ്ട കേട്ടോ. അതിനുശേഷം ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും വത്തൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ മത്തങ്ങയിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഒരു അടിപൊളി മുളക് ചമ്മന്തിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ആവശ്യത്തിനുള്ള മുളക് ഇതുപോലൊന്ന് വറുത്തെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തു. അതിലേക്ക് ഞാനിവിടെ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് സവാളയുടെ ഒരു 2 കഷ്ണം ഇട്ട് കൊടുത്ത് ഒരു ചെറിയ വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ഇത്രത്തോളം വാളംപുളിയും കൂടിയിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സവാളയുടെ ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തു. ചെറിയൊരു സവാളയുടെ ആദ്യം നമ്മൾ കുറച്ചിട്ട് കൊടുത്തു, പിന്നെ നമ്മൾ ബാക്കി ഇട്ട് കൊടുത്തു. കാരണം ഇടയ്ക്കിടയ്ക്ക് സവാള കടിക്കാൻ കിട്ടുന്നത് ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ രണ്ടാമതായിട്ട് 2 ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ ഇത് മാത്രം മതി ചോറുണ്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു തോരനും കൂടെ ആക്കിയെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാനിവിടെ ക്യാരറ്റും ബീൻസും പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീൻസ് നമുക്ക് അത്രയ്ക്ക് മാത്രം തോരൻ വെക്കാൻ 2 ഇല്ലായിരുന്നു കേട്ടോ, 2 കുറേച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ 2 കൂടി ഇട്ട് ഒരു തോരനാക്കാം. നമുക്ക് വയറ് നിറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അതിനുശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ അടച്ച് വെച്ച് ആവിയിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്തു. അപ്പം നമ്മുടെ ഊണ് റെഡി. ഇറച്ചിയും മീനും ഒന്നുമില്ലെങ്കിലും സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് വയറും ഒരുപോലെ നിറയും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ മുളക് ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ എനിക്ക് കുശാലാണ്. അച്ചാറൊന്നും സമ്മന്തി ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഞാനൊരു പപ്പടവും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് കടലിൽ നിന്ന് മീനൊന്നും അങ്ങനെ ആരും മേടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് മീനും ഇറച്ചിയൊന്നും മേടിച്ചിട്ടില്ല.